ഓക്കെ, ജയൻ സാറേ, ഈ മറ്റു പല രാജ്യങ്ങളെപ്പോലെ പുനരുപയോഗിക്കാൻ കഴിയുന്ന റോക്കറ്റ് എഞ്ചിനുകൾ ഇന്ത്യയും സ്വായത്തമാക്കാൻ പോകുന്നു എന്ന് ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ ഈ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിളിൻ്റെ മേധാവി കൂടിയാണല്ലോ സാർ. അതുകൊണ്ട് തന്നെ വികസിത ഭാരതത്തിലേക്കുള്ള ചുവടുവയ്പിൽ എന്തൊക്കെ പുതിയ പ്രൊപ്പൽഷൻ സംവിധാനങ്ങളാണ് ഉണ്ടാകേണ്ടത്? വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യമാണത്. നമുക്കെല്ലാം അറിയാം, ISROയുടെ ഇതുവരെയുള്ള ലോഞ്ച് വെഹിക്കിളുകൾ, റോക്കറ്റുകളെല്ലാം എക്സ്പെൻഡബിൾ റോക്കറ്റ് എന്ന ശ്രേണിയിൽപ്പെടുന്നതാണ്. അതായത് നമ്മൾ ഈ ഒരു ദൗത്യം, ഒരു ഉപഗ്രഹത്തെ നമ്മൾ ഭ്രമണത്തിലെത്തിക്കുന്നതോടുകൂടി ആ റോക്കറ്റും ഉപയോഗശൂന്യമായി തീരുകയാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മൾ ഇവിടുന്ന് ഒരു ടാക്സി പിടിച്ച് ചെന്നൈയിലേക്ക് പോകുന്നു. ചെന്നൈയിലെത്തുന്നതോടുകൂടി ആ ടാക്സിയും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ എത്രമാത്രം ചിലവേറിയതായിരിക്കും ഈ ചെന്നൈയിലേക്കുള്ള യാത്ര. ഡീസലിൻ്റെ ചിലവ് മാത്രമാണ് നമ്മൾ വഹിക്കുന്നത്. ഈ ടാക്സി, ഈ കാറിൻ്റെ ചിലവും കൂടെ വഹിക്കണമെങ്കിൽ ഒരു ചെന്നൈ യാത്രയുടെ കോസ്റ്റ് എത്രയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഇന്നിപ്പോൾ റോക്കറ്റുകൾ, അതാണ് ഇന്നത്തെ റോക്കറ്റ് ടെക്നോളജിയിലുള്ള ഈ ഉപഗ്രഹ വിക്ഷേപണത്തിൽ ഇത്രയധികം ചിലവേറുന്നത്. ഏകദേശം $20,000 1 കിലോഗ്രാം ഉപഗ്രഹം ഭ്രമണത്തിലെത്തിക്കാൻ ഏകദേശം $20,000 ഏകദേശം ചിലവ്. അതിന് കാരണം ഈ റോക്കറ്റിൻ്റെ ചിലവ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് അതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് ഒരിക്കലും ബഹിരാകാശ മേഖലയിൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ആവശ്യങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ബഹിരാകാശ ദൗത്യങ്ങളുടെ, മുമ്പത്തെ പോലെയല്ല. അപ്പോൾ നമുക്കതിൻ്റെ ചിലവ് കുറയ്ക്കുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും വളരെ വർഷങ്ങളായി, പക്ഷേ ഈ പ്രക്രിയ വളരെ ദുഷ്കരമാണ്. കാരണം ഭ്രമണത്തിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ദുഷ്കരമാണ് ആ സ്റ്റേജിനെ തിരിച്ച് ഭൂമിയിലേക്ക് സേഫായിട്ട് ലാൻഡ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും കാലം അതിനാർക്കും കഴിയാതെ പോയത്. അതുകൊണ്ട് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഹൈ സ്പീഡിൽ പോകുന്ന ഒരു സ്റ്റേജിനെ നമ്മൾ അതിൻ്റെ വെലോസിറ്റി കുറച്ച് അതിനെ അന്തരീക്ഷത്തിൻ്റെ ഘർഷണത്തിന് എഗെയിൻസ്റ്റായിട്ട് അതിനെ തിരിച്ച് ഭൂമിയിലേക്ക്, അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ സ്പീഡ് കുറച്ച് കൃത്യമായി അതിനെ ഭൂമിയിൽ കൊണ്ട് ലാൻഡ് ചെയ്യിക്കുക, ഒരു കേടുപാടും കൂടാതെ ലാൻഡ് ചെയ്യിക്കുക. നമ്മൾ ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത പോലെ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരായിട്ട് ഫോഴ്സ് കൊടുത്ത് അതിനെ കൃത്യമായി 0 വെലോസിറ്റിയിൽ കൊണ്ട് ലാൻഡ് ചെയ്യിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ദുഷ്കരമായൊരു കാര്യമാണ്. പക്ഷേ അടുത്ത കാലത്തായിട്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങളത് നിങ്ങളെല്ലാം കണ്ടു കാണും. സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ റോക്കറ്റിൻ്റെ സ്റ്റേജുകൾ വളരെ മനോഹരമായി താഴെ ഇറങ്ങുന്നത്, അത് പിന്നെയും 30-40 തവണ വീണ്ടും പുനരുപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചൈന, മറ്റ് പല രാജ്യങ്ങളും, എല്ലാ രാജ്യങ്ങളും ഇപ്പം ഈ ഒരു ദിശയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ രാജ്യവും ഒട്ടും വ്യത്യസ്തമല്ല. കാരണം നമുക്ക് ഇനി ബഹിരാകാശ രംഗത്ത് ഒരു രംഗത്തേക്ക് വരണമെങ്കിൽ ഈ പുനരുപയോഗം എന്ന് പറയുന്നത് ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അടുത്തതായി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഏറ്റവും ശക്തിയുള്ള ഒരു റോക്കറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ. നമുക്കറിയാം, LVM-3 ഏകദേശം 10 ടൺ ഉപഗ്രഹമാണ് നമുക്ക് ലോ എർത്ത് ഓർബിറ്റിൽ നമുക്ക് വിക്ഷേപിക്കാൻ സാധിക്കുന്നത്. ഈ NGLV എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ 3 ഇരട്ടി, അതായത് 30 ടണ്ണോളം ഉപഗ്രഹം നമുക്ക് ലോ എർത്ത് ഓർബിറ്റിലേക്ക് വിക്ഷേപിക്കാൻ കഴിവുള്ളൊരു വാഹനമാണ് ഈ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ. അതുപോലെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിൻ്റെ 1ാം ഘട്ടം, അതിന് 3 ഘട്ടങ്ങളാണുള്ളത്. അതിൻ്റെ 1ാം ഘട്ടം എന്ന് പറയുന്ന സ്റ്റേജ്, അതിൽ 11 എഞ്ചിനുകളുള്ളതിൽ 7 എഞ്ചിനുകൾ 1ാം ഘട്ടത്തിലാണ്. അതുപോലെ ഇന്ധനത്തിൻ്റെ 70%, ഈ റോക്കറ്റിൻ്റെ മൊത്തം ഇന്ധനത്തിൻ്റെ 70% 1ാം ഘട്ടത്തിലാണുള്ളത്. അതിൻ്റെ കോസ്റ്റ് വരെ 60 തൊട്ട് 70% വരെ ഈ റോക്കറ്റിൻ്റെ ഈ 1ാം ഘട്ടത്തിൻ്റെ കോസ്റ്റാണ്. അപ്പോൾ ഈ 1ാം ഘട്ടം നമുക്ക് സേഫായിട്ട് തിരിച്ചിറക്കി അത് വീണ്ടും ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ റോക്കറ്റിൻ്റെ കോസ്റ്റ് വളരെയധികം കുറയ്ക്കാൻ കഴിയും. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തിരിച്ചു ഇറക്കുക എന്ന് പറയുന്നത് തന്നെ അതിന് പല രീതികളുണ്ട്. റിട്ടേൺ ടു ലോഞ്ച് സൈറ്റ്, നമ്മൾ വിക്ഷേപണ തറയിലേക്ക് തന്നെ അതിനെ തിരിച്ചു കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് ദുഷ്കരമാണ്. കാരണം ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ഇന്ധനം ആവശ്യമാണ്. രണ്ടാമത് ബാർജ് റിക്കവറി എന്ന് പറയും. ബാർജ്, നമ്മൾ കടലിലൊരു ബാർജ് സൃഷ്ടിച്ച് ആ ബാർജിലേക്ക്, അപ്പോൾ നമുക്ക് കൃത്യമായ സ്ഥലത്തേക്ക് നമുക്ക് ആ ബാർജിനെ കൊണ്ടുവന്ന് തിരിച്ചുള്ള യാത്ര വളരെ ദൂരം നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഇന്ധനം കുറവായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ ലാഭകരമായി ചെയ്യാൻ കഴിയും. അതാണ് ബാർജ് റിക്കവറി. പക്ഷേ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. കടലിലൊരു ബാർജ് ഉണ്ടാക്കുക, ആ റിക്കവർ ചെയ്ത സ്റ്റേജിനെ പിന്നെ തിരിച്ച് നമ്മുടെ കരയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ, അത് കഴിഞ്ഞ് ഹാർബർ, ഇതെല്ലാം വേണം. അതിനെല്ലാം വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ചോപ്സ്റ്റിക് റിക്കവറി നമ്മൾ കണ്ടിട്ടുണ്ട്. സ്റ്റാർഷിപ്പിനെ എല്ലാം ലാൻഡിംഗ് ലെഗൊന്നും ഇല്ലാതെ ഇതിനെ ഒരു 2 കരങ്ങൾ വെച്ച് നമ്മളതിനെ ക്യാച്ച് ചെയ്തെന്നൊരു മെത്തേഡാണ് ചോപ്സ്റ്റിക് റിക്കവറി. അപ്പോൾ നമ്മളിപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിളിൻ്റെ കാര്യത്തിൽ ഈ 3 രീതികളിൽ ഏതാണ് നമുക്ക് ഏറ്റവും
സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്നുള്ളതിനെ പറ്റിയുള്ള പഠനങ്ങൾ, പല പല പരീക്ഷണങ്ങളും പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഭാവിയിലുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത് വളരെ വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു റോഡ് മാപ്പ് നമ്മൾ അടുത്തൊരു 30 വർഷത്തേക്ക് നമ്മൾ വിഭാവനം ചെയ്യുന്ന വിവിധ തരത്തിലുള്ള മിഷനുകൾക്ക് എന്തെല്ലാം തരം പ്രൊപ്പൽഷൻ സിസ്റ്റംസാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി ഒരു റോഡ് മാപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ പോലുള്ള അതിശക്തമായ ലോഞ്ച് വെഹിക്കിൾ വരുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത്, അതിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ കാര്യമെന്ന് പറഞ്ഞാൽ അതിനെ വിക്ഷേപണം ചെയ്യാനുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റം, ഈ വലിയ റോക്കറ്റിനെ ഭ്രമണത്തിലെത്തിക്കാനുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റം, അതിശക്തിയേറിയ പ്രൊപ്പൽഷൻ സിസ്റ്റംസ്. അതിന് നമുക്ക് ഇന്നുള്ളതിനേക്കാൾ 3-4 മടങ്ങ് ശക്തിയുള്ള എഞ്ചിനുകൾ ആവശ്യമാണ്. വളരെ ഹൈ എഫിഷ്യൻസിയുള്ള എഞ്ചിനുകൾ ആവശ്യമാണ്. ഇനി രണ്ടാമത് ചിലവ് കുറഞ്ഞ എഞ്ചിനുകൾ. ഇപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ നമുക്ക് ഇനി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമുക്കൊരു കോമ്പറ്റീഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഏറ്റവും കുറവുള്ള ആളായിരിക്കും ഈ മാർക്കറ്റിൽ വിജയിക്കാൻ പോകുന്നത്, ഏതൊരു മാർക്കറ്റും പോലെ. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഏറ്റവും കുറയ്ക്കുക, ചിലവ് ഏറ്റവും കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സാധാരണമായുള്ള മെറ്റീരിയൽ, നമ്മൾ അധികം കോസ്റ്റ്ലി മെറ്റീരിയൽ ഉപയോഗിക്കാതെ, അപ്പോൾ ഡിസൈനിൽ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇന്നുള്ള കോസ്റ്റിനേക്കാൾ 40-50% കോസ്റ്റ് റിഡക്ഷനാണ് നമ്മൾ ഉന്നം വയ്ക്കുന്നത്. അതുപോലെ ത്രോട്ടിലിംഗ്, ഈ സ്റ്റേജ് താഴെ ഇറങ്ങണമെങ്കിൽ അതിൻ്റെ എൻജിനെ നമ്മൾ ത്രസ്റ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്, ത്രോട്ടിലിങ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഒന്ന് സെമി ക്രയോ, അതായത് ലിക്വിഡ് ഓക്സിജനും മണ്ണെണ്ണയും ഉപയോഗിച്ചിട്ടുള്ള ഒരു എൻജിൻ. അത് നമ്മുടെ LV-M3യുടെ നടുക്കിലുള്ള സ്റ്റേജ് L1 ടൺ സ്റ്റേജിന് റീപ്ലേസ്മെൻ്റ് ആയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിളിൽ ഉപയോഗിക്കേണ്ട ലിക്വിഡ് ഓക്സിജനും മീഥേനും ഉപയോഗിക്കുന്ന സങ്കീർണമായ അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയായ ലിക്വിഡ് ഓക്സിജനും മീഥേനും ഉപയോഗിച്ചുള്ള ഒരു റോക്കറ്റ് എഞ്ചിൻ. അതുപോലെ എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ. നമുക്കറിയാം നമ്മുടെ റോക്കറ്റുകളിൽ നമ്മൾ ഓക്സിജനും ഇന്ധനവും നമ്മൾ ക്യാരി ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന സമയത്ത് നമുക്ക് ഒരു എയർക്രാഫ്റ്റ് പോലെയുള്ള ഒരു എയർ ബ്രീത്തിങ് എഞ്ചിൻ നമുക്കുണ്ടെങ്കിൽ, പക്ഷേ ആ എയർ ബ്രീത്തിങ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് വളരെ കൂടുതലാണ്. ശബ്ദത്തിനേക്കാൾ 4-5 മടങ്ങ് സ്പീഡിൽ പോകുന്ന ഒരു എഞ്ചിൻ ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സങ്കീർണത. ഇതെല്ലാം നമ്മുടെ പ്രൊപ്പൽഷൻ റോഡ് മാപ്പിലുണ്ട്. അതുപോലെ നമ്മുടെ ഉപഗ്രഹങ്ങളിലുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റം, ലോഞ്ച് വെഹിക്കിളിൽ മാത്രമല്ല ഉപഗ്രഹങ്ങളിലും, ഈ ഉപഗ്രഹങ്ങളെ ഒരു നിശ്ചിത ഓർബിറ്റിൽ നിന്ന് റോക്കറ്റ് നമ്മൾ വിക്ഷേപിക്കുന്ന ഓർബിറ്റിൽ നിന്ന് അതിൻ്റെ ഫൈനൽ ഓർബിറ്റിലേക്ക് കൊണ്ടുപോകാനും, അതുപോലെ വർഷങ്ങളോളം അതിനെ ആ ഓർബിറ്റിൽ നിലനിർത്താനും, അതുപോലെ ഇൻ്റർ പ്ലാനറ്ററി മിഷൻ മറ്റ് പ്ലാനറ്റുകളിലേക്ക്, നമ്മളിപ്പോൾ ചന്ദ്രയാൻ പറഞ്ഞു, മംഗൾയാൻ പറഞ്ഞു, മറ്റ് ഓർബിറ്റുകളിലേക്ക്, മറ്റ് പ്ലാനറ്റുകളിലേക്കും മറ്റ് സാറ്റലൈറ്റുകളിലേക്കും മറ്റിലേക്കും എല്ലാം ഈ ഉപഗ്രഹങ്ങളെ എത്തിക്കാനും എല്ലാം സാറ്റലൈറ്റിൽ ഉപയോഗിക്കുന്ന പ്രൊപ്പൽഷൻ സിസ്റ്റം, അതിലും നമ്മൾ വളരെയധികം ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മിഷൻസാണ്, ദൗത്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, വീനസ് ഓർബിറ്റൽ മിഷൻ, അതുപോലെ മാർസ് ലാൻഡിംഗ് മിഷൻ, ചന്ദ്രയാൻ ഫോളോ ഓൺ മിഷൻ, ശ്രീ രാജീവ് പറഞ്ഞതുപോലെ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്ന മിഷൻ, ചന്ദ്രയാൻ ഫോളോ ഓൺ മിഷൻ. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ആവശ്യമായ ഈ ഉപഗ്രഹത്തിനുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റംസിൻ്റെയും ഡെവലപ്മെൻറ്റ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം അഡ്വാൻസ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് നമ്മുടെ ഈ ഗോൾസ് എല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുണ്ട്.